മലപ്പുറം ജില്ലയെ കുറിച്ച് അത് കയ്യിൽ നിന്നാണ് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഞാൻ പറഞ്ഞേന് അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു. ഞാൻ വാർത്ത വായിച്ചു, ശ്രദ്ധിച്ചു. ഇത് കൈരളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മറുപടി പറയാതിരിക്കുക, അതല്ല വ്യവസ്ഥ. ഹലോ മിസ്റ്റർ മാങ്കൂട്ടമാൻ ഫിറോസ്, പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി രണ്ട് വാക്ക് പറയാമോ? ഇല്ല മതി വേണ്ട. കൈരളിനെയും ദേശാഭിമാനിനെയും കാണുമ്പോ ഇത്ര മാത്രം പറഞ്ഞാൽ മതി എന്നാ പ്രതിപക്ഷത്തിന് മുകളിൽ ഉത്തരവ്. ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെ കുറിച്ച് അത് കയ്യിൽ നിന്നാണ് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഞാൻ പറഞ്ഞേന് ഇത് കൈരളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മറുപടി പറയാതിരിക്കുക, അതല്ല വ്യവസ്ഥ. നിങ്ങൾ ചോദിക്കാതെ വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഉത്തരം കിട്ടാൻ പോണില്ല. ഉത്തരം മുകളിൽ പഠിപ്പിച്ചതുപോലെ തന്നെ ആയിരിക്കും. നില്ല ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അനിയൻകുട്ടൻ ഉത്തരം പറയാന്നൊക്കെ പറയും, പക്ഷേ ചോദ്യവും അനിയൻകുട്ടൻ തയ്യാറാക്കുന്നതാണെങ്കിൽ ഉത്തരം പറയാം. അതിന്റെ ഇടയ്ക്ക് കയറി കൈരളിയും ദേശാഭിമാനിയും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അനിയൻകുട്ടൻ ഇടയവേ പറഞ്ഞേക്കാം. ഞങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല അനിയൻകുട്ട, വികസനത്തെ പറ്റി രണ്ട് വാക്ക് ഒന്ന് പ്ലീസ്. വികസനത്തെ പറ്റി പറയുമ്പോ വികസനം തന്നെ എന്താ ഒരു അതിശയം പോലെ. വികസനത്തെ പറ്റി പറയുമ്പോ അതിന് ഈ സർക്കാരിന്റെ വികസനത്തെ പറ്റി എന്താ പറയാനുള്ളത്? എന്ത് വികസനം? വികസനത്തെ കുറിച്ചൊന്നും അനിയൻകുട്ടനും കൂട്ടരും പറയൂല. വേറെ എന്തെങ്കിലും ആണേ പറയാം. അല്ലാണ്ട് UDF കാലത്ത് കേരളം കാണാത്തതും LDF സർക്കാരിന്റെ കാലത്ത് മാത്രം കേരളം അഭിമാനത്തോടെ കണ്ടിട്ടുള്ളതുമായ വികസനത്തെ പറ്റി ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടത്തില്ല. ഇതൊരു വാശി കൂടിയാണേ. ഈ സർക്കാരിന് ഈ മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ഏക സർക്കാരിന്റെ ക്യാമ്പയിൻ വികസനം ദേശീയപാതയാണ്. ആ ദേശീയപാത ഇത് ഞങ്ങളുടെ ആ നിതിൻഗഡ്കരി വിമർശിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് വന്നിട്ട് നിങ്ങൾ മറുപടി പറയുന്നു. ഇതിനേക്കാൾ വിമർശിക്കുന്നത് ഞങ്ങളിവിടെ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 9 വർഷക്കാലമായി CPM സർക്കാർ, ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഇവിടെ കാട്ടിയ വികസന വിരുദ്ധത. ഒന്ന്. രണ്ട്, ഒരു പ്രദേശത്തെ ജനങ്ങളെ വിഭാഗീയമായി ചിത്രീകരിച്ച് വക്രീകരിച്ച് അവർക്കതായിട്ട് നടത്തി. വികസനത്തെ പറ്റി ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് അതിനെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വേറെ വിഷയത്തിൽ കയറി പോകുന്നതല്ലാതെ അല്ല, അതിനൊരു കഴിവ് വേണല്ലോ. മാങ്കൂട്ടം കൂട്ടരും അതിന് സൂപ്പറാന്നേ.